മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. മിശിഹായ സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഡിവൈൻ ഗുഡ്നസ് ചാനലിൻ്റെ പ്രഭാത വിരുന്ന് എന്ന പ്രോഗ്രാമിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ് നമ്മെ എപ്പോഴും ശക്തരാക്കുന്നത്, വളർത്തുന്നത്. തീർച്ചയായും നമ്മുടെ ഈ ചാനലും നമ്മുടെ ഈ പ്രോഗ്രാമും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കീഴിലാണ്. അമ്മയുടെ മാധ്യസ്ഥം വ്യാഴ്ചയാണ് നാം പ്രാർത്ഥിക്കുക. തീർച്ചയായും നമുക്കൊരു നിയോഗമുണ്ടെന്ന് സഹനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. മിക്കവാറും എല്ലാവരും തന്നെ സഹനത്തിലൂടെ കടന്നു പോകുന്നവരാണ്. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവിൻ്റെ വചനത്തിന് നമുക്ക് കാതോർക്കാം. കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് വചനത്തിലൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ വചനം കേൾക്കാനായിട്ട് നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും 4-ാം അധ്യായം 12 മുതലുള്ള വചനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ആകയാൽ ദൈവഹിതം അനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഇന്നത്തെ വചനം നാം ശ്രവിച്ചപ്പോൾ നമുക്കറിയാം, ക്രിസ്തീയ സഹനത്തെക്കുറിച്ചാണ് വചനം നമ്മോട് സംസാരിക്കുക.
നിങ്ങളെ പരീക്ഷിക്കാനായിട്ട് അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ഈ കാലഘട്ടത്തിൽ സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതത്ര എളുപ്പമല്ല സ്വീകരിക്കാനായിട്ട്. കാരണം സഹനം അത്രമാത്രം തീവ്രതയാണ് ഓരോ വ്യക്തിയിലും ഉണ്ടാക്കുന്നത്. അവനല്ലാതാക്കുന്ന ഒരവസ്ഥയുണ്ട്. അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസ്ഥയാണത്. പല കാര്യങ്ങളും പല പദ്ധതികളും അവൻ വിഭാവനം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പദ്ധതികൾ അനുസരിച്ചൊന്നും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പാടില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് സഹനം നമ്മെ എത്തിക്കുന്നത്. പെട്ടെന്ന് ഒരസുഖം വരുന്നു. നമ്മ എന്തൊക്കെയോ പദ്ധതികൾ നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്തു. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഇന്ന വ്യക്തികളെ കാണാനുണ്ട്, ഇങ്ങനെയെല്ലാം ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അങ്ങനെ ചിലപ്പോൾ 1-2 വർഷത്തെ അല്ലെങ്കിൽ 2-3 വർഷത്തേക്ക് പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യും. പക്ഷെ ആ പദ്ധതി അനുസരിച്ച് ചിലപ്പോൾ ഒന്നും തന്നെ സംഭവിക്കാറില്ല. എന്തിനു പറയുന്നു? നമുക്കറിയാം, പ്രകൃതി ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മിൽ നിന്ന് അകന്നു പോയാൽ, നാം പദ്ധതി ഇടുന്നത് മറ്റ് വ്യക്തികളുമായി ചേർന്നാണെങ്കിൽ ആ വ്യക്തികൾ നമ്മളെ ഇട്ടിട്ട് പോകുന്നു. ഇങ്ങനെ എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മാറാ രോഗം കടന്നു വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൈ നഷ്ടപ്പെടുന്നു, കാല് നഷ്ടപ്പെടുന്നു, അല്ല വലിയൊരു രോഗം നമ്മെ അതിക്രമിച്ച് കയറി നമുക്കൊന്നും ചെയ്യാൻ മേലാത്ത ബെഡിലിടാനായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ. എന്തെങ്കിലുമൊക്കെ നാം ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുന്ന ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വചനത്തിലൂടെ പറയുകയാണ്, ഈ സഹനം കടന്നു വരുമ്പോൾ അത് അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. കാരണം നാം പദ്ധതി ഇടുന്നത് പോലെ അല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. നാം പോലും ആഗ്രഹിക്കുന്നതിനപ്പുറമാണ് ദൈവം നമുക്കായിട്ട് ഒരുക്കുന്ന പദ്ധതി എന്ന് പറയുക. അതുകൊണ്ടാണ് വചനത്തിലൂടെ നമ്മോട് പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ എന്നാണ്. എന്ത് വേണമെങ്കിലും സംഭവിച്ചുകൊള്ളട്ടെ ജീവിതത്തിൽ, നാം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ പദ്ധതി അനുസരിച്ചൊരു കാര്യവും നടക്കുന്നില്ല എന്ന് തന്നെ ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നാം ആഗ്രഹിക്കാത്തതുപോലെ സംഭവിക്കുന്നു. ആ സമയങ്ങളിൽ നമ്മൾ പരിഭ്രമിക്കാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന ഗുണം എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കപ്പെടും. അത് നമുക്ക് നാം പദ്ധതി ഇട്ടതിനേക്കാളൊക്കെ അപ്പുറമുള്ള ഒരു ആഹ്ലാദത്തിലേക്ക് നമ്മെ നയിക്കും. അതാണ് കർത്താവ് നമ്മോട് പറയുന്നത്. അതല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എനിക്കറിയാവുന്നൊരു വ്യക്തിയാണ്, റാങ്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന, എൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നൊരു വ്യക്തിയെ, ഫസ്റ്റ് റാങ്ക് കിട്ടും എന്ന് ആഗ്രഹിച്ചു. എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചു. ആ വ്യക്തി മാത്രമല്ല, മറ്റുള്ളവരും പ്രതീക്ഷിച്ചു. തീർച്ചയായിട്ടും അവന് തന്നെയാണ് റാങ്ക് കിട്ടാൻ പോകുന്നത്. എല്ലാവരും ഉറച്ചു വിശ്വസിച്ചതാണ്. അപ്പോൾ റാങ്ക് കിട്ടും. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്തു തുടങ്ങി. വീട്ടുകാർ പ്ലാൻ ചെയ്ത് അവിടെ വിടണം, ഇവിടെ വിടണം, പല പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, പല ആശയങ്ങൾ കടന്നു വന്നു. റാങ്ക് കിട്ടിയില്ല. അതിനു മുമ്പേ ഇവിടെ പദ്ധതിയെല്ലാം വിട്ടു കഴിഞ്ഞു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഭാവി എങ്ങനെയായിരിക്കണം, എന്തെല്ലാം കോഴ്സുകളാണ് എടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെ എല്ലാ ചിന്തകളും ആയിട്ട് എല്ലാവരും നടക്കുകയാണ്, അവനും നടക്കുകയാണ്. അപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്താണ്? റാങ്ക് കിട്ടിയില്ല. 1 പോയിട്ട് 2 പോയിട്ട് 3 പോലും കിട്ടിയില്ല. ഒരു ഹൈ ആയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് പറയാം. റാങ്കിൻ്റെ അയൽവക്കത്ത് പോലും എത്തിയില്ല. എല്ലാവർക്കും സങ്കടമായി. ഈ വ്യക്തിക്ക് അതിലും കൂടുതൽ സങ്കടമായി, നിരാശയായി. അപ്പോൾ ഈ പറയുന്ന സഹോദരൻ ഒരാളെ പോയി കണ്ടു. വേറെ ആരും ഒരു അച്ഛനെയാണ് കണ്ടത്. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഇനി എന്തു ചെയ്യും? മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പാടില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, നീ ആഗ്രഹിക്കുന്ന വിധത്തിലല്ല ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് ഒരുവിധം നല്ല മാർക്കുണ്ട്,
നീ ആഗ്രഹിച്ച വിഷയത്തിൽ നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം നിനക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? അവൻ പറഞ്ഞു അത് ശരിയാണ്. അപ്പോൾ നീ ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറം നീ ആഗ്രഹിക്കാത്ത വിഷയത്തിന് നിനക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ മാർക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിനക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് സാധിക്കുക. അവൻ എൻജിനീയറിങ്ങിന് ചേർന്നു, നല്ലൊരു എൻജിനീയറായി തീർന്നു, വലിയ ഒരു വ്യക്തിത്വത്തിന് രൂപം കൊടുക്കാൻ സാധിച്ചു. അവൻ ആഗ്രഹിച്ചതിനേക്കാളൊക്കെ അപ്പുറത്തേക്കുള്ള ലക്ഷ്യങ്ങളിലും എത്തിച്ചേരാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, അവൻ പിന്നീട് പറയുന്നുണ്ട്, പുറകോട്ട് ചിന്തിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് അന്ന് 1ാം റാങ്ക് കിട്ടുമോ അല്ലെങ്കിൽ ഏതെങ്കിലും റാങ്ക് കിട്ടുമോ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ തല വരെ തന്നെ മാറിയേനെ. അത് മാത്രമല്ല, എനിക്ക് സന്തോഷം ഉണ്ടാകുമായിരുന്നില്ല, എനിക്കൊരു ആത്മാർത്ഥത എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. കാരണം മറ്റുള്ളവരാൽ ഭരിക്കപ്പെടുന്നത് പോലെയായിരുന്നു ഞാൻ. റാങ്ക് കിട്ടാതിരുന്നപ്പോൾ പിന്നെ ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട വിധത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു ആഗ്രഹവും ഒരു തീഷ്ണതയും എല്ലാം ഉണ്ടായി. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് പോലെ ഞാൻ പോയിരുന്നെങ്കിൽ ഞാൻ വെറും ഒരു പാവയായി തീർന്നേനെ. അവൻ്റെ ആ ഒരു മനസ്സ് നോക്കണം, അവനുണ്ടായ മാറ്റം. ശരിയാണ്, അവൻ സഹനത്തിലൂടെ വളരെയധികം കടന്നുപോയി. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിലൂടെ അവൻ കടന്നുപോയി. കാരണം അവൻ ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം അവനെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പം സഹനം കടന്നു വരുമ്പോൾ നമ്മളത് സ്വീകരിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ രോഗികളെ തന്നെ എടുക്കുക, എത്രയോ രോഗികളാണുള്ളത്. അവരാരും ആഗ്രഹിച്ചിട്ടല്ല രോഗികളായി തീർന്നത്. ചിലർ ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ചിലപ്പോൾ രോഗിയായിട്ടുണ്ടാവാം. ചിലർ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് പെട്ടെന്നാണ് രോഗിയായിത്തീരുന്നത്. പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു, പിന്നെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഇതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. പക്ഷേ അവർ വീണ്ടും പിന്നീട് ചിന്തിക്കുമ്പോൾ പല വഴികളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ, ചില വഴിയിലൂടെ കടന്നു പോയിരുന്നെങ്കിൽ അത് അഹങ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ തിന്മയുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റമൊക്കെ ആയി മാറിയേനെ. അതിലൂടെ ഒരു നേട്ടവും അവർക്കുണ്ടാവില്ല. മുന്നേറ്റമുണ്ടാവും, പക്ഷെ നേട്ടമുണ്ടാവില്ല, സന്തോഷമുണ്ടാവില്ല, സമാധാനമുണ്ടാവില്ല. ഇപ്പോൾ സഹനമുണ്ടെങ്കിലും സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. കാരണം ദൈവം ആണ് എന്നെ നയിക്കുന്നത് എന്ന് എനിക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് വിട്ടുകൊടുത്ത് ഇന്നത്തെ ദിവസം നാം സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഈ സഹനം കർത്താവെ ചിലപ്പോൾ ഞാൻ മൂലം തന്നെ ആവാം, അല്ലെങ്കിൽ ഞാൻ പോലും അറിയാതെ നീ എനിക്ക് നൽകിയതാവാം. എന്തായാലും അത് സ്വീകരിക്കാനുള്ള ശക്തിയും കൃപയും നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. ആ ഒരു സഹനത്തിലൂടെ കടന്നു പോകാനുള്ള കൃപ ലഭിക്കുമ്പോഴാണ് തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കുക, എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ട്, ദൈവാനുഗ്രഹത്താൽ ഞാൻ നയിക്കപ്പെടുന്നു എന്ന്. അതുകൊണ്ടാണ് കർത്താവ് വചനത്തിലൂടെ നമ്മോട് പറയും, ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്രഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ദൈവ മഹത്വത്തിനായിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏത് സഹനത്തിലൂടെ കടന്നു പോയാലും, ആരെല്ലാം വേദനിപ്പിച്ചാലും, ആരെല്ലാം വിഷമിപ്പിച്ചാലും, എന്തെല്ലാം സംഭവിച്ചാലും അവിടെ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവൻ ആയിത്തീരാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോഴാണ് നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്രഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കാനായിട്ട് സാധിക്കുക. ഈ ദിവസം അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മധ്യസ്ഥം വ്യാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രഭാതം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. സഹനത്തിലൂടെ കടന്നു പോകണം, ഏതൊരു വ്യക്തിയും സഹനത്തിലൂടെ കടന്നു പോകേണ്ട ആളാണ് എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകി. സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ദൈവമഹത്വത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടവരാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ആ സഹനത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ വ്യക്തികളെയും
രോഗികളെയും അശരണരെയും ആരോരു പോലും ഇല്ലാത്തവരെയും ആരും സഹായിക്കാനില്ലാതെ അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവർക്ക് വേണ്ടി ഞങ്ങളിതാ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ലോകത്തിലുള്ള ജീവിച്ചിരിക്കുന്ന വിശുദ്ധരായ എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സകല സ്വർഗവാസികളോടും ചേർന്ന് നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗവാസികൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയോട് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്ന എല്ലാ സ്വർഗവാസികളോടും ചേർന്ന് ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാധ്യസ്ഥം യാചിക്കുന്നു. സകല വിശുദ്ധരെ, സകല പുണ്യവാന്മാരെ ഞങ്ങൾ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രോവ്യന്മാരെ, ശ്രാപ്യന്മാരെ, മുഖ്യദൂതന്മാരെ, സകല വിശുദ്ധരെ, എല്ലാ സ്ലിഹന്മാരെ, പ്രത്യേകിച്ച് പത്രോസ്, പൗലോസ്, തോമാസ് സ്ലിഹന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. സകല പുണ്യവതികളെ, ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥരായിട്ടുള്ള എല്ലാ വിശുദ്ധരെ, സകല വിശുദ്ധരെയും അവരോട് ഞങ്ങളിതാ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന സകല വിശുദ്ധരെ ഞങ്ങളിതാ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കാവൽ മലഹമാരെ ഞങ്ങൾക്ക് എപ്പോഴും കൂട്ടായി കൂടെ ഉണ്ടാകണമേ. തിന്മയിൽ നിന്ന് അകറ്റി സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമഹത്വത്തിനായിട്ട് സമർപ്പിക്കാൻ നല്ല വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. അതിനായി ഞങ്ങളുടെ കാവൽ മലഹമാരെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. നിത്യം പിതാമ്പുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
കർത്താവിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാനായിട്ട് പോകുമ്പോൾ ഈ പ്രഭാതത്തിൽ ആരെല്ലാം സഹനത്തിലൂടെ കടന്നു പോകുന്നു അവർക്കെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകാൻ, അവരെല്ലാം അത് പോസിറ്റീവായിട്ട് കാണാൻ, തിന്മയുടെ ഭാഗമായിട്ടല്ല സഹനത്തെ കാണേണ്ടത്. യേശു സഹിച്ചെങ്കിൽ ആ യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ സഹനത്തെയും കർത്താവെ അത് വിശുദ്ധീകരിക്കണമേ, മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ സ്നേഹമുള്ളവരെ, ഈ പ്രഭാത വിരുന്ന് എന്ന ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നതിനെ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇനിയും ആരെങ്കിലുമൊക്കെ ഈ പ്രഭാത വിരുന്നിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ അറിയാവുന്നവരാണ്, അവർക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയില്ല, ഇപ്പോഴും അറിയില്ല എങ്കിൽ അവരോട് പറയുക, ഇങ്ങനെ പ്രഭാതത്തിൽ ഈ ഒരു പ്രോഗ്രാം ഡിവൈൻ ഗുഡ്നസ് TV-യിലുണ്ട്, നിങ്ങൾ കാണണം. കാണുക മാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം, മാധ്യസ്ഥം വ്യാഴ്ച പ്രാർത്ഥിക്കണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വളരെയധികം പേരുണ്ട്. അവർക്കെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന വളരെയധികം ആവശ്യമാണ്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ ഒരു മരിയൻ കൂടാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. തീർച്ചയായും അവർ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വ്യാഴ്ച 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ അവരോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകാൻ തീർച്ചയായും അത് സാധിക്കും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നത് മാത്രമല്ല, ലോകം മുഴുവനും അറിയിക്കുവാനാണ് നിങ്ങൾക്കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം ദൈവത്തിൻ്റെ സമർത്ഥമായ അനുഗ്രഹം കൊണ്ട് നിറയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ.